ഡിവൈഎഫ്ഐ നേതാവായിരുന്ന സിദ്ദിഖിനെതിരെ പരാതി നൽകിയ സാന്ദ്ര തോമസിന്റെ സ്വത്തുവിവരങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തിയപ്പോഴാണ് കേന്ദ്ര ഏജൻസികൾക്ക് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ലഭിച്ചത്. 26 വയസ്സുള്ള യുവതി കൊച്ചി നഗരത്തിൽ കോടികളുടെ സ്വത്തുകൾ വാങ്ങിക്കൂട്ടിയതായും ആഡംബര കാറുകൾ സ്വന്തമാക്കിയതായും കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തി. എന്നാൽ ഇതെല്ലാം സ്വന്തമാക്കിയത് കൃത്രിമ പൂക്കൾ വിൽക്കുന്ന ഒറ്റമുറിക്കടയിലെ വിൽപ്പനയിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്നാണെന്ന് മനസ്സിലാക്കിയതോടെ അന്വേഷണ ഏജൻസികളുടെ സംശയം ബലപ്പെട്ടു. 2011-12 സാമ്പത്തിക വർഷം 58 ലക്ഷം രൂപയുടെ വരുമാനമാണ് സാന്ദ്ര തോമസിന്റെ ബാലൻസ് ഷീറ്റിലുള്ളത്. എന്നാൽ 2 വർഷത്തിന് ശേഷം വരുമാനം 2 ഇരട്ടിയായി വർദ്ധിച്ചു. കൃത്രിമ പൂക്കളുടെ കയറ്റുമതി ഇറക്കുമതി വഴിയാണ് കോടികൾ സമ്പാദിച്ചതെന്ന് ബാലൻസ് ഷീറ്റിലുണ്ടെങ്കിലും നാളിതുവരെ സാന്ദ്ര തോമസ് ഒരൊറ്റ കയറ്റുമതിയോ ഇറക്കുമതിയോ ചെയ്തിട്ടില്ലെന്ന് DRIയുടെ അന്വേഷണത്തിൽ തെളിഞ്ഞു. ഇതോടെയാണ് സാന്ദ്രയുടെ IT റിട്ടേണും ബാലൻസ് ഷീറ്റും പെരുപ്പിച്ചു കാട്ടിയതാണെന്ന് DRIക്ക് ബോധ്യപ്പെട്ടത്. പെരുപ്പിച്ചെടുത്ത ബാലൻസ് ഷീറ്റിന് കൃത്യമായ ആദായ നികുതിയും നൽകി. ഇത് കാണിച്ച ബാങ്കുകളിൽ നിന്നും കോടികൾ ലോൺ എടുത്തതായും ആഡംബര കാറുകൾ വാങ്ങിയതായും DRIക്ക് ബോധ്യമായി. പിന്നീട് ഈ കാറുകൾ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിൽ പണയപ്പെടുത്തി വീണ്ടും പണം വാങ്ങി. കേന്ദ്ര ഏജൻസികൾ അന്വേഷണം തുടങ്ങിയതോടെ സ്ഥാപനം താൽക്കാലികമായി അടച്ചിട്ടിരിക്കുകയാണ്. സാന്ദ്രയുടെ ഫോണും സ്വിച്ച് ഓഫ് ആണ്. റിപ്പോർട്ടർ, കൊച്ചി.